ഏഴോളം തലമുറയിലേക്ക് അവർ ചെയ്യുന്ന നന്മകൾ കടന്നു വരുമെന്നാണ്. അതുകൊണ്ട് മക്കളെ സ്വാലിഹാക്കാൻ അധ്വാനിക്കേണ്ടത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഭീമമായ തുകകൾ നൽകി ഭൗതികതയുടെ പിന്നാലെ പോകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ, നമ്മുടെ നാട്ടിൽ ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ഒരു സ്ഥാപനം കാസർഗോഡിന്റെ ഹൃദയഭാഗമായ തളങ്കരയിൽ വളരെ പ്രശസ്തമായ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. 12 വർഷത്തെ വിദ്യാഭ്യാസം നൽകുന്ന ദാറുൽ ഹുദ സംവിധാനം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ലാത്ത വിധം ലോകത്തിന്റെ മുക്കുമൂലകളിൽ പ്രശസ്തി ആർജിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ്. 12 വർഷത്തെ വിദ്യാഭ്യാസമാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ 5ാം ക്ലാസ്സിലെ പൊതുപരീക്ഷ പാസ്സായ മക്കളുള്ള ആളുകൾ ഈ സദസ്സിലുണ്ടാകും. പൊതുപരീക്ഷയിൽ 5ാം ക്ലാസ് പാസ്സായ മക്കൾ ഇപ്പൊ അപേക്ഷിക്കേണ്ട സമയമാണ്. പരിശുദ്ധ റമദാൻ 20 വരെ ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ട സമയമാണ്. ജൂൺ 1 സ്കൂൾ തുടങ്ങി. ഒരു മാസത്തിൽ 10,000 കൊടുത്ത് 6,000 കൊടുത്ത് 3,000 കൊടുത്ത് മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കുന്ന രക്ഷിതാക്കൾ. ഒരു വർഷത്തിൽ 1 ലക്ഷമൊക്കെ വലിയ ചെലവുകൾ വരുന്ന എന്താ ഇവിടെ പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷാണ്, പിന്നെ ഭൗതികങ്ങൾ. അവിടെ പഠിപ്പിക്കുന്നത് ഒന്നും കുറയാതെ അതിന്റെ ഇരട്ടിയോളം വിദ്യാഭ്യാസം കൂടുതൽ നൽകി. ഭൗതികതയിൽ മതങ്ങൾ അതിനേക്കാളും വിപുലമായി മതവിദ്യാഭ്യാസവും നൽകി 12 വർഷത്തെ വളരെ മനോഹരമായ ഒരു കോഴ്സ് നമ്മുടെ നാടിൽ തല ഉയർത്തി നിൽക്കുന്നുണ്ട്. ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ സഹസ്ഥാപനമായ മാലിക് ദിനാർ ഇസ്ലാമിക് അക്കാദമി. ഇംഗ്ലീഷ് ഉണ്ട് അവിടെ, ഉറുദു സംസാരിക്കാൻ പറ്റും, അറബി, മലയാളം, കമ്പ്യൂട്ടർ വിജ്ഞാനമുണ്ട്, സയൻസ് പഠിപ്പിക്കുന്നുണ്ട്, മാത്സ് പഠിപ്പിക്കുന്നുണ്ട്. മിനിമം ക്വാളിഫിക്കേഷൻ ഒരു ഹുദവിയായി ഇറങ്ങുമ്പോ ഒരു ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടാണ് ഇറങ്ങുന്നത്. 3000 ഹുദവികൾ ഇറങ്ങിയിട്ടുണ്ട്. 100% ഹുദവികളും ഡിഗ്രി ക്വാളിഫൈഡ് ആണ്. 50% ആളുകളും PG ക്വാളിഫൈഡ് ആണ്. 20% ആളുകളും PGയുടെ മുമ്പിൽ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി PhD ചെയ്യുന്ന ആളുകൾ, MPhil ചെയ്യുന്ന ആളുകൾ, ലണ്ടനിൽ പഠിക്കുന്ന ആളുകളുണ്ട്, തുർക്കിയിൽ പഠിക്കുന്ന ആളുകളുണ്ട്, അമേരിക്കയിൽ പഠിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ പഠിക്കേണ്ടവർക്ക് യാതൊരു ചെലവില്ലാതെ 12 വർഷത്തെ കോഴ്സാണ്. ഭൗതികത എന്താണോ സ്കൂളിൽ പഠിപ്പിക്കുന്നത് അതിനേക്കാളും നല്ലൊരു വിദ്യാഭ്യാസം ഒരു ചെലവ് പോലും ഇല്ലാതെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ